Dear students, welcome to the second class on Geometry and Algebra of 10th Standard Mathematics. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലൈനിൽ രണ്ട് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് എ തേർഡ് പോയിന്റ് ഓൺ ദാറ്റ് ലൈൻ, അതാണ് ഒന്ന്. മറ്റൊന്ന്, ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദി സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഉപയോഗപ്പെടുത്തുന്ന പ്രോബ്ലംസും ആണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. ആൻഡ് സോ I welcome all of you once again to the second class on Geometry and Algebra. Now, let us start by drawing a line. See the end points of the line. Let us name the end points by A and B. Now see the figure. What are the coordinates of A and what are the coordinates of B? The coordinates of A, it is 1, 2, and the coordinates of B is 13, 6. Now let us mark a point here. Let the name of that point be C, and now what are the coordinates of C? We see it is 4, 3. Now a point here somewhere, let that point be D like that. What are the coordinates of D? See the figure. What are the coordinates of D? It is 10, 5. Now let us name it by D. Now if we draw a line parallel to x-axis through the point A, x-axisന് പാരലായിട്ട് എയിലൂടെയും y-axisന് പാരലായിട്ട് സിയിലൂടെയും പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചാൽ we will get a right angular triangle. This vertex, let us name it by E like that. Okay. ഈ റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഹൊറിസോണ്ടൽ ഈ ഡിസ്റ്റൻസിനെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് എന്നാണ് പറയാം. ഈ വെർട്ടിക്കൽ ലൈനിനെ വെർട്ടിക്കൽ ഷിഫ്റ്റ് എന്നാണ് പറയാം. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ദിസ് മച്ച് ഡിസ്റ്റൻസ്, ദാറ്റ് ഡിസ്റ്റൻസ് ഓർ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ഈസ് ദി ഡിഫറൻസ് ഓഫ് എക്സ് കോർഡിനേറ്റ്സ്. ഈ എക്സ് കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് ആണ്. എക്സ് കോർഡിനേറ്റ് ഇവിടെ 1 ആണ്, ഇവിടെ 4 ആണ്. ഈ എക്സ് കോർഡിനേറ്റുകളുടെ 1ൻ്റെയും 4ൻ്റെയും ഡിസ്റ്റൻസ്, അതായത് ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിന് കിട്ടുക. Therefore, this horizontal shift from the figure we see that it is difference between 1 and 4, that is 3 units. Like that, the vertical shift, that is the difference of y coordinates. Y coordinates in the difference ആണ്. അത് 2ൻ്റെയും 3ൻ്റെയും ഡിഫറൻസ്, 2ൻ്റെയും 3ൻ്റെയും ഡിഫറൻസ് ആയ 1 ആയിരിക്കും ഇതിന് കിട്ടുക. See, that difference is 1. Now, the ratio of vertical shift to horizontal shift, ഈ ഡിസ്റ്റൻസ്, ഈ ഷിഫ്റ്റ് vertical shift, this one horizontal shift, vertical shift divided by horizontal shift in this triangle we see that is 1/3. ഈ ട്രയാങ്കിൾ നമുക്ക് കിട്ടുന്നത് 1/3 ആണ്. ഇനി നമ്മൾ ഇതേ ആക്ടിവിറ്റീസ് ഈ പോയിന്റിലൂടെ എക്സ് ആക്സിസിന് പാരലായിട്ടും ഈ പോയിന്റിലൂടെ വൈ ആക്സിസിന് പാരലായിട്ടും വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രൂ സി ഇതേ ആക്ടിവിറ്റി ഇതേ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ സിയിലൂടെ എക്സ് ആക്സിസിനും ഡിയിലൂടെ വൈ ആക്സിസിനും പാരലായിട്ട് രണ്ട് ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ഇതേപോലെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ദിസ് വൺ ഈസ് ദി ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ആൻഡ് ദിസ് വൺ ഈസ് ദി വെർട്ടിക്കൽ ഷിഫ്റ്റ്. ഈ പോയിന്റിനെ നമുക്ക് മാർക്ക് ചെയ്യാം. ആ പോയിന്റിന് നമുക്കൊരു എഫ് എന്ന് പേര് കൊടുക്കാം. നൗ സി വാട്ട് ഈസ് ദി ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ആൻഡ് വെർട്ടിക്കൽ ഷിഫ്റ്റ് ഹിയർ. This one get the x coordinate 4 and this one get the x coordinate 10. Therefore 4 and 10 differ by what much difference is there? 4 and 10, it is 10 minus 4, that is 6. Here the horizontal shift is 6 and the vertical shift is the difference between 3 and 5, that is 2. ഇത് 2 ആണെന്ന് കാണാം. We see these two right triangles are similar. ഈ രണ്ട് ട്രയാങ്കിൾസ് റൈറ്റ് ട്രയാങ്കിൾസ് സിമിലർ ആണ്. Therefore the vertical shift to horizontal shift here in this right triangle it is 1/3. ഓക്കെ, അത് ഇവിടെ ഈ 1/3 ആകണം. അത് നമുക്ക് കാണാൻ പറ്റും 1/3 തന്നെയാണെന്ന്. 2/6നെ റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1/3 എന്നുള്ള ആൻസറിലേക്ക് വരും. അപ്പോൾ ഈ ലൈനിലെ ഏത് രണ്ട് പോയിന്റ്സ് നമ്മൾ ഇതേപോലെ എടുത്തിട്ടും രണ്ട് പോയിന്റ്സിന് ഇതേപോലെ രണ്ട് ലൈൻസ് വരച്ച് റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഷിഫ്റ്റിനെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എപ്പോഴും 1/3 ആയിരിക്കും. ഓക്കെ, ഒരു നോട്ടായിട്ട് നീക്കി എഴുതാം. See, if we take any 2 points on this line, then drawing parallels to xy axis and making such a triangle, then the ratio of vertical shift to horizontal shift always it will be 1/3.
Now look at this figure, only one of these two figure. ഏത് ഫിഗർ നോക്കിയാലും പ്രശ്നമില്ല. വെർട്ടിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് y കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് ആണ്. Therefore this vertical shift, let us rename it by difference in y coordinate. Difference in y coordinate എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ഇൻ y coordinate എന്ന് പറയാം. ചേഞ്ച് ഇൻ y coordinate, okay, divided by. What about this one? Horizontal shift എന്ന് പറഞ്ഞാൽ ഇത്. This one is difference in x coordinate. ഈ രണ്ട് പോയിന്റിൻ്റെ x കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് ആണ് ഇത്. ആ x കോർഡിനേറ്റിൻ്റെ ഡിഫറൻസിനെ നമുക്ക് ചേഞ്ച് ഇൻ x coordinate എന്നും പറയാം. ഡിഫറൻസ് ഇൻ x coordinate ഓർ ചേഞ്ച് ഇൻ x coordinate. Therefore ചേഞ്ച് ഇൻ x coordinate is equal to 1/3 എന്ന് നമുക്ക് ഈ ലൈനിൽ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും പറയാൻ കഴിയും. ഓക്കെ, ഈ ലൈനിൽ എവിടെ നിന്നും രണ്ട് പോയിന്റ്സിന് എടുത്തു കഴിഞ്ഞ് ഇതേപോലെ ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ട് വെർട്ടിക്കൽ ഷിഫ്റ്റിന് ഹൊറിസോണ്ടൽ ഷിഫ്റ്റോട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ 1/3 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സ് മാറുന്നത് 3 യൂണിറ്റ്സ്, എക്സിൻ്റെ ഡിഫറൻസ് 3 ആകുന്ന സമയത്ത് എക്സ് 3 മാറുമ്പം 1ൻ്റെ മാറ്റം 1 ഉള്ളൂ എന്നർത്ഥം. എക്സ് 3 യൂണിറ്റ്സ് മാറുമ്പോൾ വൈ 1 യൂണിറ്റ് മാറുന്നർത്ഥം. അപ്പം ഈ ലൈനിൽ ഇവിടെ നിന്ന് ഒരു 30 യൂണിറ്റ്സ് ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ആ പോയിന്റിൽ നിന്ന് 10 യൂണിറ്റ്സ് വെർട്ടിക്കൽ ഷിഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നിലകൊള്ളേണ്ടത് ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്തതിലായിരിക്കണം എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ലൈനിലെ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പോയിന്റ് ഈ ലൈനിൽ കണ്ടെത്താൻ കഴിയും. ഒരു ലൈനിൻ്റെ ഈ റേഷ്യോ കിട്ടി, വെർട്ടിക്കൽ ഷിഫ്റ്റ് ബൈ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ y കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ x കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലൈനിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റ് കിട്ടി 10-5, മറ്റൊരു പോയിന്റ് കാണാൻ x ഡിഫറൻസ് 3 ആയിട്ട് y ഡിഫറൻസ് 1 ആകുന്ന രീതിയിൽ ഒരു പോയിന്റിനെ കണ്ടെത്തിയാൽ മതി. ഓക്കെ, ഈ 10ലേക്ക് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13, 5 എന്ന് പറയുമ്പോൾ y കോർഡിനേറ്റിലേക്ക് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5ലേക്ക് ഈ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6. therefore 13, 6 again lies on this line. ഓക്കെ, എന്ന് പറയും ഇനി ഈ 13ലേക്ക് ഒരു 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13 + 3 will be 16, 6 + 1 that is 7, 16, 7 again lies on this line. അപ്പം ഈ ലൈനിൽ ഈ റേഷ്യോ കിട്ടിയ സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു പോയിന്റ് കാണുന്നു, മനസ്സിലായി? ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, എക്സ് ഡിഫറൻസ് 3 ആണെങ്കിൽ y ഡിഫറൻസ് 1, എക്സ് ഡിഫറൻസ് 1 ആണെങ്കിലോ? എക്സ് ഡിഫറൻസ് 1 ആണെന്നുണ്ടെങ്കിൽ y ഡിഫറൻസ് 1/3 ഉണ്ടാകാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ എക്സ് ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് 1 ആകുന്ന സമയത്ത്, ചെറിയൊരു ഡിസ്റ്റൻസ് 1 ആകുന്ന സമയത്ത്, അപ്പോൾ y അതിൻ്റെ 1/3 ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ കിട്ടുന്ന 1/3 ഉയർന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പോയിന്റും നിലകൊള്ളേണ്ടത് ഈ ലൈനിലായിരിക്കണം എന്നർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചിത്രം വരച്ച് വെക്കാം. ഈ രണ്ട് കാര്യങ്ങൾ, ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കുക. നമുക്കിതിനൊന്ന് ജനറലൈസ് ചെയ്യാം. For this, let us consider 2 points on this line. That 2 points are 2 general points, and so the first point can give its coordinates x1, y1 and this one by x2, y2. രണ്ട് ജനറൽ പോയിന്റ്സ് ആയതുകൊണ്ട് x1, y1 എന്നും x2, y2 എന്ന് പേര് കൊടുത്തു. ഈ പോയിന്റിലൂടെ എക്സ് ആക്സിസിന് പാരലായിട്ടും ഈ പോയിന്റിലൂടെ y ആക്സിസിന് പാരലായിട്ടും രണ്ട് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ we will get a right triangle. We can tell the coordinate of the third vertex by seeing these 2 vertices. ഈ രണ്ട് വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെത് പറയാൻ പറ്റും. ദാറ്റ് പോയിന്റ് ഗെറ്റ് ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് x2 ആൻഡ് y കോർഡിനേറ്റ് y1. therefore this point get the coordinates x2, y1. now this height, this length can be told when we see these 2 coordinates. ഈ രണ്ട് കോർഡിനേറ്റ്സ് കണ്ടാൽ നമുക്ക് ഇത് പറയാൻ പറ്റും. this vertical shift will be y2 minus y1 and the horizontal shift, that is this much distance. ഈ രണ്ട് കോർഡിനേറ്റ്സ് നോക്കിയിട്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്താണെന്ന് പറയാം. it is x2 minus x1. ഇങ്ങനെ നമ്മൾ ഈ ലൈനിലെ വേറെ ഏതെങ്കിലും 2 പോയിന്റ്സ് ആണ് എടുത്തത് എങ്കിൽ, ഈ ലൈനിലെ വേറെ ഏത് 2 പോയിന്റ്സ് എടുത്താലും ഇതേപോലെ ഒരു പോയിന്റിലൂടെ എക്സ് ആക്സിസിനും മറ്റേ പോയിന്റിലൂടെ y ആക്സിസിനും പാരലായിട്ട് വരച്ച അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ട്രയാങ്കിൾ ഈ ട്രയാങ്കിളുമായിട്ട് സിമിലർ ആയിരിക്കും. ഈ ലൈനിലെ ഏത് 2 പോയിന്റ്സിലും ഇതേ ആക്ടിവിറ്റി കൊടുത്താൽ കിട്ടുന്ന ട്രയാങ്കിൾ ഇതുമായിട്ട് സിമിലർ ആയിരിക്കും. സിമിലർ ആയതുകൊണ്ട് എപ്പോഴും ഏത് ട്രയാങ്കിളിൽ നിന്നും കിട്ടുന്ന വെർട്ടിക്കൽ ഷിഫ്റ്റിനെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എപ്പോഴും എല്ലാ ട്രയാങ്കിളിൽ നിന്നും കിട്ടേണ്ടത് ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കണം, മീൻ എ കോൺസ്റ്റൻറ്റ് വാല്യൂ.
ഈ ട്രയാങ്കിളിൽ നിന്ന് ഈ വെർട്ടിക്കൽ ഷിഫ്റ്റിനെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കുമോ അത് തന്നെ ആയിരിക്കും മറ്റേത് ട്രയാങ്കിളിൽ നിന്നും കിട്ടേണ്ടത്. ഇതൊരു ജനറൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ദിസ് വെർട്ടിക്കൽ ഷിഫ്റ്റ് ഹിയർ ഇസ് ഡിനോട്ടഡ് ബൈ y2 minus y1. Therefore y2 minus y1 divided by the horizontal shift it is denoted by x2 minus x1. Always the value obtained will be a constant number. That constancy if we denote it by k we get that is equal to a k എന്ന് പറഞ്ഞാൽ വൈ ഡിഫറൻസിനെ എക്സ് ഡിഫറൻസ് കൊണ്ട് എക്സ് ഇവിടെ വൈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഷിഫ്റ്റിനെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എപ്പോഴും ഒരു ഫിക്സഡ് നമ്പർ ആണെന്ന് പറയുമ്പോൾ ദിസ് വൺ ഈസ് ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്. ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ഈസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ വിത്ത് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. വൈ കോർഡിനേറ്റിലുള്ള ചേഞ്ച് എക്സ് കോർഡിനേറ്റിലുള്ള ചേഞ്ചുമായിട്ട് ഫിക്സഡ് റേഷ്യോയിലുണ്ട ആയതുകൊണ്ടാണ് ഇവിടെ ഈക്വൽ ടു കെ കിട്ടുന്നത്. അതേ റേറ്റിൽ വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നത് എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്ന അതേ റേറ്റിലാണെങ്കിലാണ് ഫിക്സഡ് നമ്പർ കിട്ടുന്നത് എന്ന് പറയുമ്പോൾ വി സീ ദാറ്റ് ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഒരു ലൈനിനെ സംബന്ധിക്കുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ ദാറ്റ് യു ഹാവ് ടു ഡ്രോ സച്ച് എ ഫിഗർ ആൻഡ് ദീസ് സ്റ്റെപ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. നൗ ലെറ്റ് us do one problem. ഇത്രയും പറഞ്ഞത് ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാണ്. റീഡ് ദി ക്വസ്റ്റ്യൻ. ഫൈൻഡ് എ തേർഡ് പോയിന്റ് ഓൺ ദി ലൈൻ പാസിംഗ് ത്രൂ 2, 3 and 8, 6. ഈ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിലെ മറ്റൊരു പോയിന്റ് കൂടി കണ്ടെത്താനാണ് പറയുന്നത്. ഒരു ലൈനിലെ രണ്ട് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവയുടെ വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസിനെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റേഷ്യോ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും. Here y differences, that is 6 minus 3, and x differences, it is x difference is 8 minus 2. We see 6 minus 3 is 3, 8 minus 2 is 6. Therefore 3 by 6. 3 by 6 we know it is 1 by 2 then, and so the simplest form it is 1 by 2. അപ്പോൾ ഈ ലൈനിലെ ഏത് രണ്ട് പോയിന്റിൻ്റെയും എക്സ് കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് 2 ആണെങ്കിൽ വൈ കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അപ്പം എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആകുന്നുണ്ടെങ്കിൽ വൈ കോർഡിനേറ്റ് 1 ആണെന്ന് പറയുമ്പം ഒരു എക്സ് കോർഡിനേറ്റ് ആണ്. ഈ 8ലേക്ക് ഒരു ഡിഫറൻസ് 2 ആകുന്ന രീതിയിൽ മറ്റൊരു എക്സ് കോർഡിനേറ്റ് വരണമെന്നുണ്ടെങ്കിൽ 8ലേക്ക് 2 ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത് 10 ആയിക്കോളും. എന്നപോലെ വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് 1 ആകുന്ന രീതിയിൽ മറ്റൊരു പോയിന്റ് കാണാൻ 6ലേക്ക് 1 ആഡ് ചെയ്യുന്ന സമയത്ത് 6 + 1 എന്ന് പറയുന്ന 7, ദറ്റ് ഈസ് 10, 7 എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈനിലുള്ളതാണ്. ദറ്റ് മീൻ ദി കോർഡിനേറ്റ് ഓഫ് നെക്സ്റ്റ് പോയിന്റ് ഈസ് ദിസ് 8 പ്ലസ് ദിസ് 1, 8 പ്ലസ് 2, 6 പ്ലസ് 1 ഈസ് ദി നെക്സ്റ്റ് പോയിന്റ്. വി നോ ഇറ്റ് ഈസ് 10, 7 ഈസ് ദി പോയിന്റ് വിച്ച് കം ഓൺ ദിസ് ലൈൻ. ഈ ലൈനിൽ വരുന്ന മറ്റൊരു പോയിന്റാണ് 10, 7. ഇനിയും ഇങ്ങനെ പോയിൻറ്റ്സിൽ നമുക്ക് കണ്ടെത്താം. അതിന് 2ഉം 1ഉം ആവണമെന്നില്ല. നമ്മൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും തമ്മിൽ ഡിഫറൻസ് 2:1 എന്നായാൽ മതി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 ആഡ് ചെയ്യണം. ഇവിടെ 100 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 50 ആഡ് ചെയ്യണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ 8 + 100ഉം 6 + 50 എന്ന് പറയുന്ന ആ പോയിന്റും ഈ ലൈനിൽ തന്നെ ഉള്ളതാണെന്നർത്ഥം. അപ്പം രണ്ട് പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും പോയിൻറ്റ്സ് കണ്ടെത്തുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. Now more problems can be done later. Here let us be familiar with a new term, slope. Slope of a line. What is slope of a line? ഒരു വരയുടെ ചരിവ് എന്താണ്? Here I am drawing a line. See, I have drawn a line. What is the slope of this line? For this let us consider one more line. ഒരു ലൈനും കൂടി ഞാൻ പരിഗണിച്ചു. Which line among these two has more slope? ഏതിനാണ് കൂടുതൽ ചരിവുള്ളത്? ഇഫ് വി തിങ്ക് ഇഫ് ദിസ് ലൈൻ ഈസ് ജസ്റ്റ് കോയിൻസിഡൻറ്റ് വിത്ത് ദിസ് എക്സ് ആക്സിസ്, ഈ ലൈൻ എക്സ് ആക്സിസുമായി ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദാറ്റ് ടൈം വി ക്യാൻ ടെൽ ദിസ് ലൈൻ ഹാസ് നോ സ്ലോപ്പ്. ആസ് ദാറ്റ് ലൈൻ റൈസസ് ഫ്രം എക്സ് ആക്സിസ് ഇറ്റ് ഗെറ്റ് മോർ സ്ലോപ്പ്. എക്സ് ആക്സിസിൽ നിന്നും ഒരു ലൈൻ ഉയരുന്നതിനനുസരിച്ച് അതിൻ്റെ ചരിവ് കൂടും. ഈ വരയിൽ നിൽക്കുന്ന ആൾക്ക് ഈ വരയിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ചരിവ് ഈ വരയിൽ അനുഭവപ്പെടും. ഓക്കെ, ദിസ് ലൈൻ ഹാസ് മോർ സ്ലോപ്പ് ദാൻ ദിസ് വൺ. ഞാനൊരു ലൈനും കൂടി വരച്ച് കഴിഞ്ഞാൽ ദാറ്റ് ലൈൻ, ദിസ് ന്യൂലി ഡ്രോൺ ലൈൻ ഹാസ് മോർ സ്ലോപ്പ് ദാൻ ദീസ് ടു. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദി ടൂൾ ടു ടെൽ ദി സ്ലോപ്പ് ഓഫ് എ ലൈൻ? ഒരു ലൈനിൻ്റെ സ്ലോപ്പിന് നമുക്ക് എങ്ങനെ പറയാം, എങ്ങനെ അളന്നെടുക്കാം, എന്ത് ടൂൾ ഉപയോഗിച്ചിട്ട് പറയാം?
For this, let us consider 2 points on this line. ഈ ലൈനിൽ എവിടെയെങ്കിലും 2 points നമുക്ക് മാർക്ക് ചെയ്യാം. Then let us draw a line parallel to x-axis through this point and a line parallel to y-axis through this point. At that time, when such two parallel lines are drawn to xy axis, we will get a right triangle. Then, using that right triangle, when we divide the vertical shift by the horizontal shift, we will get a value. ഈ ഹൈറ്റിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു വാല്യൂ കിട്ടും. ദാറ്റ് വാല്യൂ ക്യാൻ ബി യൂസ്ഡ് ഓർ വിത്ത് ദാറ്റ് വാല്യൂ or that is the value to tell the slope of this line. ആ കിട്ടുന്ന വാല്യൂ ഈ ലൈനിൻ്റെ സ്ലോപ്പിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയാം. ഈ വെർട്ടിക്കൽ ഷിഫ്റ്റിൻ്റെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 2 പോയിന്റ്സ് എവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ ട്രയാങ്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഷിഫ്റ്റിൻ്റെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എല്ലാ ട്രയാങ്കിളിൽ നിന്നും ഒന്ന് തന്നെ ആയിരിക്കും കിട്ടുക. അത് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ നിന്നെടുക്കാം. എന്തുകൊണ്ടാണ് ആ വാല്യൂ ഈ ലൈനിൻ്റെ സ്ലോപ്പിനെ സൂചിപ്പിക്കാം എന്ന് പറയുന്നത് എന്നാണ് നമ്മുടെ അടുത്ത ചർച്ച. ഫോർ ദിസ്, ഇഫ് വി ടേക്ക് 2 points ഓൺ ദിസ് ലൈൻ, ഈ ലൈനിലാണ് 2 പോയിന്റ് നമ്മൾ എടുത്തിട്ട് ഇതേപോലെ XY ആക്സിസിൻ്റെ പാരലൽ ലൈൻസ് വരച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വെർട്ടിക്കൽ ഷിഫ്റ്റിനെ ഈ ഹൈറ്റിനെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഇതിലുണ്ട്. ആ വാല്യൂ ഈ ലൈനിൻ്റെ സ്ലോപ്പിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. വൈ? For this, let us go back to this one. If we consider this triangle or this line, when we divide this vertical shift by this horizontal shift, ഈ വെർട്ടിക്കൽ ഷിഫ്റ്റിന് ഇത് ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്, ബൈ ദി ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് വലിയ ഡിസ്റ്റൻസ് ആണ്. ഈ ചെറിയ വാല്യൂവിനെ വലിയൊരു വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിനോമിനേറ്റർ വലുതാവുമ്പം ദി വാല്യൂ ഒബ്റ്റൈൻഡ് ഫ്രം ദാറ്റ് ഫ്രാക്ഷൻ, ആ ഫ്രാക്ഷൻ തരുന്ന വാല്യൂ വിൽ ബി വെരി സ്മോൾ, അത് സ്മോൾ ആയിരിക്കും. Okay. At the same time, we see this line has lesser slope. ഈ വാല്യൂ ലെസ് ആണ്, ഈ ലൈനിൻ്റെ സ്ലോപ്പും ഇവയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ലൈനിൻ്റെ സ്ലോപ്പും ചെറുതാണ്. പക്ഷേ ഇവിടെ വരുമ്പം ഈ ലൈനിൻ്റെ സ്ലോപ്പ് കുറച്ച് കൂടുതലാണ്. അറ്റ് ദി സെയിം ടൈം, വെൻ വി ഡിവൈഡ് ദിസ് വെർട്ടിക്കൽ ഷിഫ്റ്റ്, ഇറ്റ് ഈസ് ലാർജർ ബൈ ദിസ് horizontal shift, it is smaller. ഇതിനെ സംബന്ധിച്ച് ഇത് ചെറുതാണ്. ആൻഡ് സോ വെൻ വി ഡിവൈഡ് ദിസ് വെർട്ടിക്കൽ ഷിഫ്റ്റ് ബൈ ദി ഹൊറിസോണ്ടൽ ഷിഫ്റ്റ്, ദി വാല്യൂ ദർ വിൽ ബി ലാർജർ ദാൻ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദിസ്. ഇവിടെ കിട്ടുന്ന ഈ വെർട്ടിക്കൽ ഷിഫ്റ്റിനെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഇതിനേക്കാളും ഇവിടെ കിട്ടുന്നത് കുറച്ചുകൂടി വലിയ വാല്യൂ ആണ്. അറ്റ് ദി സെയിം ടൈം, ദാറ്റ് ലൈൻ ഹാസ് മോർ സ്ലോപ്പ്. ഈ ലൈനിന് സ്ലോപ്പ് കൂടുതലുണ്ട്, ഈ വാല്യൂ കുറച്ച് കൂടുതലുമാണ്. നമ്മളത് ഇവിടെയാണ് പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ 3 ലൈനിൽ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഉള്ളത് ഇതിനാണ്. ആൻഡ് സോ വെൻ വി ടേക്ക് സച്ച് 2 points ഓൺ ദാറ്റ് ലൈൻ, ദെൻ ഡ്രോയിങ് പാരലൽ ലൈൻസ് ടു XY ആക്സിസ്, വി വിൽ ഗെറ്റ് ദർ ഓൾസോ എ റൈറ്റ് ട്രയാങ്കിൾ. ദെൻ ഓൺ ഡിവൈഡിങ് ദിസ് വെർട്ടിക്കൽ ഷിഫ്റ്റ്, ഈ വെർട്ടിക്കൽ ഷിഫ്റ്റ് അതാണ്, ഇതിനെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് ചെറിയൊരു ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അപ്പം ന്യൂമറേറ്ററിൽ വലിയൊരു നമ്പറും ഡിനോമിനേറ്ററിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു നമ്പറും വരുമ്പോൾ ഡിവിഷൻ നടക്കുമ്പോൾ ഇറ്റ് വിൽ ബി എ ലാർജ് നമ്പർ. ഇവിടെ കിട്ടുന്ന ഈ വെർട്ടിക്കൽ ഷിഫ്റ്റിനെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ലാർജാണ്. അറ്റ് ദി സെയിം ടൈം, ദിസ് ലൈൻ ഹാസ് മോർ സ്ലോപ്പ്. അപ്പോൾ എപ്പോഴും ലൈനിൻ്റെ സ്ലോപ്പ് മാറുന്നതിനനുസരിച്ച് ഈ വെർട്ടിക്കൽ ഷിഫ്റ്റ് ബൈ ഹൊറിസോണ്ടൽ ഷിഫ്റ്റിൻ്റെ വാല്യൂവും മാറുന്നുണ്ട്. ദെയർഫോർ ദാറ്റ് വാല്യൂ ക്യാൻ ബി ടേക്കൺ ആസ് ദി സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറയുമ്പോൾ, വെൻ വി കൺസിഡർ, നമുക്ക് ഈ കാര്യങ്ങൾ എഴുതി വെക്കാം. വെൻ വി കൺസിഡർ ദീസ് ഫിഗേഴ്സ്, വി സി on dividing the vertical shift by the horizontal shift from these figures, ഈ ഫിഗറിലൊക്കെ ഉള്ള വെർട്ടിക്കൽ ഷിഫ്റ്റിനെ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആ വാല്യൂവിനനുസരിച്ചിട്ടാണ് ഇവയുടെ സ്ലോപ്പ് നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് വി ക്യാൻ ടേക്ക് ദിസ് വാല്യൂ ആസ് എ ടൂൾ ടു ടെൽ ദി സ്ലോപ്പ് ഓഫ് എ ലൈൻ. This value can be taken as a tool to tell the slope of a line, or it is the tool to denote the slope of a line. You can draw such a figure, then these notes in your notebook. ഒരു ലൈനിലെ 2 പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നാൽ ആ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്ലോപ്പ് പറയാൻ പറ്റും. Here I have drawn a line. Let us mark 2 points on that line. Let these 2 points be 2 general points, and so let us give the coordinates of that 2 points as x1 y1 and x2 y2. Okay, if we draw parallel line to x-axis through this point and a parallel line to y-axis through this point, we will get a right-angled triangle, and so the third vertex of that right-angled triangle is marked there. Its coordinate can be found as x2 y1. Now we see the vertical shift
This vertical shift is y2 minus y1 and this horizontal shift is x2 minus x1. And so the slope of the line is now, slope of the line is this vertical shift divided by the horizontal shift. Vertical shift divided by the horizontal shift represents the slope. Here the vertical shift is y2 minus y1 and the horizontal shift is x2 minus x1. On substituting this one here, we will get slope is equal to y2 minus y1 by x2 minus x1. And so the result we obtained here it is, if x1 y1 and x2 y2 are 2 points on a line, then the slope of the line is equal to y2 minus y1 divided by x2 minus x1. Okay, now this one is a result to find out the slope when two points are known on a line. And so you have to draw such a figure and these steps in your notebook. Now let us find the slope of a line. Here a question, read the question. Find the slope of the line passing through 3, 1 and 8, 3. These are 2 points on that line. We have to find out the slope of the line. If we take this one as x1 y1, this one by x2 y2, we know the formula to find out the slope in terms of the coordinate. It is y2 minus y1 by x2 minus x1. Now see what is y2 minus y1 here. It is, this one is x1 y1, this one x2 y2. Therefore y2 minus y1 is 3 minus 1. Therefore this expression can be written as is equal to 3 minus 1 divided by, what about x2 minus x1? It is 8 minus 3. 3 minus 1 we know that is 2 and 8 minus 3 we know it is 5. Therefore 2 by 5 is the slope of the line. Write down this question and its answer. Now let us do one more problem to find the slope of a line given 2 coordinates of the line. ഒരു ലൈനിൽ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. We are asked to find out the slope of the line. ഇത് നമുക്ക് x1 y1 എന്നും ഇതിനെ x2 y2 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ we know the equation formula to find out the slope. Slope is equal to y2 minus y1 by x2 minus x1. What about y2 minus y1? y2 minus y1 is 5 minus 9. That's equal to 5 minus 9 by, what about x2 minus x1? 6 minus 1. 5 minus 9 we know that is minus 4 divided by 6 minus 1 is 5. Therefore minus 4 by 5 is the slope of the line. Why this line get a negative slope? എന്തുകൊണ്ടാണ് ഈ ലൈനിന് നെഗറ്റീവ് സ്ലോപ്പ് കിട്ടിയത് എന്നാണ് നമ്മുടെ ചർച്ച. ഓക്കെ, ഞാനിവിടെ ഒരു ലൈന് വരയ്ക്കുകയാണ്. ദിസ് ലൈൻ, ഈ ലൈനെ ശ്രദ്ധിക്കുക. ഈ ലൈനിൽ എക്സ് കോർഡിനേറ്റ് ഞാൻ ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു ലൈൻ ഞാൻ ഇവിടെ വരച്ചാൽ ആദ്യം ശ്രദ്ധിക്കുക. ഈ ലൈൻ നോക്കണം. ഈ ലൈനിനെ സംബന്ധിച്ചിടത്തോളം വെൻ വി മൂവ് അലോങ് ദിസ് വേ, ഈ ലൈനിലൂടെ നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ, ഈ ലൈനിലൂടെ പോകുമ്പോൾ ഓരോ പോയിൻറ്റ്സിൻ്റെയും എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ച എക്സ് കോർഡിനേറ്റ് കുറച്ച് അപ്പുറത്ത് വരയ്ക്കുമ്പോൾ അപ്പുറത്തേക്ക് വരുന്നത് എക്സ് കോർഡിനേറ്റ് ഇൻക്രീസസ്. വട്ട് അബൌട്ട് വൈ കോർഡിനേറ്റ്? വൈ കോർഡിനേറ്റ് ഓൾസോ ഇൻക്രീസസ്. വൈ കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. എക്സ് കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ കോർഡിനേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. ദെയർഫോർ ദാറ്റ് ലൈൻ ഹാസ് എ പോസിറ്റീവ് സ്ലോപ്പ്. എന്നാൽ ഇങ്ങനെ ഈ ഡയറക്ഷനിലൊക്കെ വരക്കുന്ന ലൈൻസ് പോസിറ്റീവ് സ്ലോപ്പാണ്. പക്ഷേ ഒരു ലൈൻ ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദിസ് ലൈൻ? ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുന്നതിനനുസരിച്ച്, ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിനനുസരിച്ച് വി സി എക്സ് കോർഡിനേറ്റ്സ് ഇൻക്രീസസ്. ബട്ട് വാട്ട് ഹാപ്പൻസ് ടു വൈ കോർഡിനേറ്റ്? ഇവിടുന്ന് വൈ ആക്സിലേക്ക് വരച്ചാൽ കിട്ടുന്ന പോയിന്റ് ഇവിടെയും, ഇവിടുന്ന് വരച്ചാൽ കിട്ടുന്നത് ഇവിടെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് ഡിക്രീസ് ചെയ്യാണ്. ആസ് എക്സ് കോർഡിനേറ്റ് ഇൻക്രീസസ് വൈ കോർഡിനേറ്റ് ഡിക്രീസസ്. ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഡിക്രീസസ് ബട്ട് വൈ കോർഡിനേറ്റ് ഇൻക്രീസസ്. അപ്പോൾ അങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ നെഗറ്റീവ് സ്ലോപ്പ് സൂചിപ്പിക്കുന്നത്. നെഗറ്റീവ് സ്ലോപ്പ് സൂചിപ്പിക്കുന്നത് ഈ ലൈനിൻ്റെ ഷേപ്പ് ഇങ്ങോട്ടായിരിക്കും ചെരിഞ്ഞ് നിൽക്കുന്നതെന്നർത്ഥം. ഓക്കെ, പോസിറ്റീവ് സ്ലോപ്പ് എന്ന് പറയുമ്പം ഈ ഡയറക്ഷനിലായിരിക്കും ചരിഞ്ഞ് നിൽക്കുന്നത്. നെഗറ്റീവ് സ്ലോപ്പ് റെപ്രസെൻറ്റ്സ് ദാറ്റ് ദി ലൈൻ ഇൻക്ലൈൻഡ് ലൈക്ക് ദാറ്റ്. ഓക്കെ, എനിവേ ഡ്രോ സച്ച് എ figure it to denote this one has to negative slope, this one has positive slope. Write this question and its answer. Then if it is needed to tell that this one negative slope, this one positive slope, you can denote it in your notebook. Now let us have some homeworks done. Do these works yourself. Read the first question. Find one more point on the line passing through 1, 3, 7, 7. These are 2 points on a line. You need to determine one more point on that line that we have already discussed how it is to be done. Okay, now read the second question.
Find the slope of the line passing through 3, 5 and 11, 7. You can suppose this point as x1, y1, this one x2, y2. To find out the slope, apply the formula y2 minus y1 by x2 minus x1. Now the third question. Check the points. You need to check these 3 points lie on a line. For that, you have to first find out the slope between these 2 points. Then the slope between these 2 points. If the slopes are same, the points lie on a line. Otherwise, they don't lie on a line. Okay. Do these 3 works, these 3 questions as homework. Let us conclude the class here. Thanks.